നമ്പറല്ലേ? ഹലോ, സാറേ ഞാൻ വിളിച്ചത് നമ്മൾ ഇന്നലെ ഒരു ശാന്തി പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു വിവാദമായ ചോദ്യം വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ വിഷയത്തില് എന്തെങ്കിലും തിരുത്തലോ അല്ലെങ്കിൽ ആ ചോദ്യം ഒഴിവാക്കലോ അങ്ങനെ വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ? വിവാദമായ ചോദ്യം, ഡബിൾ ചോദ്യം എന്താണ്? അല്ല, ഒരു വിവാദമായ ചോദ്യം, അതായത് തെറി ആചാരമായ ക്ഷേത്രം ഏത് എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമായ ഒരു ഇതാണ്. കാരണം അങ്ങനെ ഒരു ക്ഷേത്രം ഇന്ത്യയിലെങ്ങും ഇല്ല. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന അത് എന്തെങ്കിലും ഒരു തിരുത്തലോ അത് ഒഴിവാക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ ചോദ്യം നിലനിൽക്കുന്നതാണല്ലേ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. സാർ അറിഞ്ഞായിരുന്നല്ലോ, ആ സംഭവം അറിഞ്ഞായിരുന്നല്ലോ. അല്ല, അപ്പൊ തെറി ആചാരമായ ഒരു ക്ഷേത്രം ഏതാ എന്നൊരു ചോദ്യം ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷയ്ക്ക് ഈ ശാന്തിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്കുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ എവിടെയും അങ്ങനെ ഒരു ക്ഷേത്രമില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ആ ചോദ്യം തെറ്റല്ലേ? കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു ആചാരമില്ല. ഏതോ വിവരമില്ലാത്ത ആൾക്കാര് അവിടെ നിന്ന് തെറി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും ക്ഷേത്ര ആചാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വല്ല ഇതിനകത്ത് നിന്ന് എടുക്കുന്നതായിരിക്കുമോ? ഈ ക്വസ്റ്റ്യൻ ബാങ്ക് പോലത്തെ പണ്ട് ഇതുപോലെ PSC ഒക്കെ അങ്ങനെ അല്ല, എന്നാലും നമ്മൾ സ്ക്രൂട്ടണി ചെയ്യില്ലേ? ഒരു സ്ക്രൂട്ടണി ചെയ്യില്ലേ? നമ്മുടെ അവിടുത്തെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇതിന് ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരോ ഈ ചോദ്യങ്ങളെ റെഫർ ചെയ്യുമ്പോഴേ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കില്ലേ? അല്ലല്ല, അത് പാക്കറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആ സമയത്ത് പരീക്ഷ ഹാളിൽ വെച്ച് മാത്രമേ ക്വസ്റ്റ്യൻ പൊട്ടിക്കത്തുള്ളൂ. സാറേ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് നമ്മളുടെ ഈ ഒരു ചോദ്യം തയ്യാറാക്കാൻ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് ഒരു ഓതന്റിസിറ്റി ഉണ്ടാവണമല്ലോ. ഇപ്പൊ കേരള മുഖ്യമന്ത്രിയുടെ പേര് ബിൻ ലാദൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു ചോദ്യം വരികയാണെന്ന് വെച്ചു. അങ്ങനെ വരികയാണെങ്കിൽ അത് മിണ്ടാതെ അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ആ കൊടുക്കുന്ന സ്ഥാപനം കൊടുക്കുന്ന ആള് പറയുന്ന പോലല്ലേ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതിന്റെ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യം വേണം എന്നൊക്കെ ഉള്ളത്. അത് സിലബസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ക്വസ്റ്റ്യൻ അടിച്ച മിസ്റ്റേക്ക് ആയിരിക്കും. പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ല, ഒരു ചോദ്യമേ അങ്ങനെ ചോദ്യമാണ്. തെറി ആചാരമായുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത്? 4 ഓപ്ഷൻ. അതിലൊന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ പേരാ കൊടുത്തേക്കുന്നത്. ഹോൾഡ് ചെയ്യണം, ഞാനൊന്ന് സെക്ഷൻ ചോദിക്കട്ടെ. ഹലോ ഹലോ ഹലോ, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഓഫീസല്ലേ? ഹലോ കേൾക്കുന്നുണ്ടോ സാറേ? അപ്പൊ അവര് കാര്യം ചെയ്താൽ മതി. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു പരാതി അയച്ചാൽ മതി കേട്ടോ. അല്ല സാറേ, ഞാൻ ആ പറയുന്ന ശാന്തി പരീക്ഷ എഴുതിയ ആളല്ല. കാരണം ഞാൻ ശാന്തിക്കാരനല്ല. ഞാൻ ഈ പറയുന്ന ഞങ്ങള് ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരാതി അയക്കുക. അപ്പൊ പരാതി അയക്കുമ്പോൾ നടപടി ഉണ്ടാവുമായിരിക്കും? തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ശാന്തിക്കാരനെയൊക്കെ നിയമിക്കുമ്പോഴേ ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ കാണിക്കില്ലല്ലോ, വേറെ എങ്ങും കാണില്ലല്ലോ. കാരണം എന്നാ പിന്നെ നമ്മള് ബാക്കിയുള്ള നോർമൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള പരീക്ഷകൾക്കൊക്കെ ക്ഷേത്രങ്ങള് അടക്കി ഭരിച്ച് പൈസ കൊണ്ടുപോകുന്ന സംഘടന ഏത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏതെങ്കിലും പാർട്ടിക്കാരുടെ പേരൊക്കെ പറയാൻ. അതാണ് സുഹൃത്ത് പറഞ്ഞത്. കാരണം വെച്ചാൽ ഇതിൽ KTRBയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുക, പരീക്ഷകളിൽ ആൾക്കാരെ സംഘടിപ്പിച്ചു കൊടുക്കുക, അതിനുള്ള എക്സാമിനുള്ള ആൾ നിൽക്കുന്ന ആൾക്കാരെ സംഘടിപ്പിക്കുക എന്നുള്ള ഒത്തിരി ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്കൊരു ബന്ധമില്ല. അതാണ് പറഞ്ഞത് സുഹൃത്ത്. നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. കാരണം ഇവിടുന്ന് പരീക്ഷ അറേഞ്ച് ചെയ്യുന്ന പരീക്ഷ ഹാൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പരീക്ഷാ ഹാളിൽ നമുക്കിവിടെ എത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരീക്ഷ ഹാളിൽ എത്തിക്കുക, അവിടെ മറ്റേ സ്റ്റാഫുകളെ നിയമിക്കുക എന്നൊരു എത്തിയതേ ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കുന്നതായിട്ട് ഒരു ബന്ധമില്ല. അപ്പം അവര് കൊടുക്കുന്ന അപ്പൊ അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ കൊടുക്കുന്ന ആ പറയുന്ന കമ്പനി അല്ലെങ്കിൽ ആ സ്ഥാപനം ഏതാന്ന് വെച്ചാൽ അവർക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാം. നമ്മളൊന്നും നോക്കുകയില്ല. അത് നോക്കാൻ പറ്റില്ല. നമുക്ക് സീൻ പൊട്ടിക്കാനുള്ള ഓർഡറില്ല. അപ്പൊ പിന്നെ അതിനകത്ത് അവർ എന്ത് തെമ്മാടത്തിനും ചെയ്ത് വെച്ചാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ സാറേ? PSC ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. PSC ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന PSCയുടെ സ്ക്രൂട്ടണി കഴിഞ്ഞതിന് ശേഷമാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് നമ്മൾ സീൽ ചെയ്ത് വിടുന്നത്. ഇതിനൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ഒരു ബോഡി ഉണ്ട് അവർക്ക്. പ്രൈവറ്റ് കമ്പനികളല്ല തയ്യാറാക്കുന്നത്. നിങ്ങൾ അങ്ങനെ പ്രശ്നം ബോർഡിനോട് പരാതി. ഇത് ഇവിടെ ഇവിടുത്തെ പ്രശ്നമല്ല. ഇവിടുത്തെ പ്രശ്നമല്ല. ഇത്
കോമൺ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന്റെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം അവിടെ ശാന്തി പണിക്ക് നിയമിക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ നടത്തുന്നതിന് ഇങ്ങനെയൊക്കെ ഇത്രത്തോളം തരം താഴ്ന്ന ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന ഒരു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പരാതി അയക്കുക. അത്രയും നമ്മൾ പരാതി അയക്കാൻ നിങ്ങൾ നടപടി സ്വീകരിക്കും എന്ന് കരുതട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ഒഴിവാക്കുമല്ലോ. അപ്പൊ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതൂടെ വന്നാൽ മതിയല്ലോ, ഒരു പത്രക്കുറിപ്പൂടെ വന്നാൽ സംഭവം തീരുമല്ലോ. ഓക്കെ സാറേ.